ഇന്ന് വോക്സാണ് കൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ ടൈഗൂൺ GT പ്ലസ് സ്പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണെന്ന് പറയാൻ വന്നത്. അപ്പോൾ അവലെ വാക്കറ് അപ്പോൾ നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. ടൈഗൂൺ GT പ്ലസ് സ്പോർട്ടാണ്. DSG ഗിയർ ബോക്സ് പൊളി മാരകമാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായി. നമ്മളിതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ ആണ് ചെയ്തത്. നേരത്തെ ആ ഇറങ്ങിയ സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ഷോറൂമിൽ പോയിട്ട് GT പ്ലസ് സ്പോർട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങൾ അന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് ഇതിനകത്ത് കുറേ അഡീഷൻസ് വന്നിട്ടുണ്ട്. അഡീഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്മെറ്റിക് ആയിട്ടുള്ള അഡീഷൻസാണ് വണ്ടിയിൽ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഓടിക്കാനുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. DSG സൂപ്പർ പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. പിന്നെ നമുക്ക് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വണ്ടിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കുറച്ച് ബെറ്ററായി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ DSG ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കാണ്, കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ സംഭവം സെറ്റാണ്. പിന്നെ ഇൻറ്റീരിയർ അപ്പിയറൻസും എക്സ്റ്റീരിയർ അപ്പിയറൻസും വണ്ടിയുടെ അടിപൊളിയാണ്. കാരണം ഒരു സ്പോർട്ടി രീതിയിലേക്ക് വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് വൈറ്റ് വണ്ടിയാണ് കേട്ടോ. ഏകദേശം 7ഓളം കളറിൽ നമുക്ക് വാഹനം കിട്ടും. അപ്പോൾ ഇന്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്ലാക്ക് ആണ് ത്രൂ ഔട്ട് ഇന്റീരിയറിൻ്റെ ഒരു കൺസെപ്റ്റ് വന്നേക്കുന്നത്. ഇന്റീരിയർ മാത്രമല്ല, ഇന്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രാബ് ഹാൻഡിൽ കണ്ടല്ലോ. ഗ്രാബ് ഹാൻഡിൽ പോലും ആ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നേക്കുന്നത്. റൂഫ് ആണെങ്കിൽ ചെറിയൊരു ഗ്രേ ഏത് പറയാം, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് തന്നെ കോമൺ തീം ബ്ലാക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് കണ്ടല്ലോ. സ്റ്റിയറിങ്ങിന് പാറ്റേൺ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് റെഡ് ഇൻസെർട്ട് വന്നിട്ടുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് ഒരു റെഡ് സ്റ്റിച്ചിങ് ആണ് കണ്ടല്ലോ. ഈ റെഡ് സ്റ്റിച്ചിങ് നല്ല രസമാണ്. അല്ല, ഒരു സ്പോർട്ടി ഫീൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് സ്പോർട്ടിയാണ് നേരത്തെ തന്നെ. ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു അപ്പിയറൻസ് അതുകൊണ്ട് അതിൻ്റെ യൂസബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ല. ഇവിടുത്തെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നല്ല രസമായിട്ടുണ്ട്. പിന്നെ വോക്സാണിൻ്റെ ലോഗോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട്, അതുപോലെ വോയിസ് കമാൻഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ കൺട്രോൾസ് വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ബ്രാൻഡിലൊക്കെ വോക്സാണിലൊക്കെ നോർമലി ഇന്ത്യൻ ബ്രാൻഡിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നതെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ വൈപ്പർ കൺട്രോളാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ലൈറ്റ് കൺട്രോൾസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലൈറ്റ് കൺട്രോൾസ് പ്ലേസ് ചെയ്തേക്കുന്നത്. കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ നേരത്തുള്ള മാറ്റങ്ങളാണ്, ഇപ്പോൾ മാറ്റങ്ങളൊന്നുമല്ല. എങ്കിലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഇത് അറിയാത്ത ആൾക്കാർ കാണും ഇപ്പോഴും. അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ മാരുതി വണ്ടികളൊക്കെ ഓടിച്ചിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫുള്ള് തിരിഞ്ഞു പോകും. അപ്പോൾ എനിക്ക് നേരത്തെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ഞാൻ വൈപ്പറായിട്ട് അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരും ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു പാറ്റേൺ കണ്ടല്ലോ, ഫുള്ള് റെഡ് ബേസ്ഡ് ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്തുള്ള ആംബിയൻ ലൈറ്റിങ് റെഡിലാണ് വന്നേക്കുന്നത്. ഈ ഒരു തീം, ക്ലസ്റ്റർ തീം, അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തീം എല്ലാം ഒരു റെഡ് ബേസ്ഡ് ആണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ടല്ലോ, ഇതൊരു പിയാനോ ബ്ലാക്കിലേക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ കാര്യമാണ് ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്. ഒരു ഗ്ലോസി ഫീൽ, ഇവിടെ ഗ്ലോസി ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് ത്രൂ ഔട്ട് ബ്ലാക്ക്. പിന്നെ ഇവിടെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആംബിയൻ ലൈറ്റ് ഉണ്ട്, നമുക്ക് രാത്രിയിലെ കുറച്ച് വിസിബിൾ ആവത്തുള്ളൂ. ആംബിയൻ ലൈറ്റൊക്കെ റെഡായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അടിപൊളിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കമൻറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടി നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. ഇഗ്നീഷനിൽ തന്നെ ഇഗ്നീഷൻ ഓണാണ് വണ്ടിയുടെ. വണ്ടി ജസ്റ്റ് ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. സീറ്റിൻ്റെ തൈ സപ്പോർട്ട് ഉണ്ടല്ലോ, നല്ല ബെറ്റർ ആയിട്ടുള്ള തൈ സപ്പോർട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഒരു കാര്യം കാണിച്ചു തരാൻ പറയുന്നത് വെന്റിലേറ്റർ സീറ്റ്സ് ആണ്. വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ കൺട്രോൾസ് ആണ്. ഈ സൈഡിലാണ് വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇതൊന്നും പുതിയതല്ല കേട്ടോ, ജസ്റ്റ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ വയർലെസ് ചാർജിങ് യൂണിറ്റ്, ഗിയർ ലിവർ, നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 2 കപ്പ് ഹോൾഡർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഈ സൈഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വെർഷനിൽ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ബ്ലാക്ക് തീമിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഏറ്റവും പുതിയതായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ത്രൂ ഔട്ട് ഇൻറ്റീരിയർ ബ്ലാക്കാന്ന് പറഞ്ഞു. അതുപോലെ കണ്ട സൺറൂഫ് ഇതെല്ലാം ബ്ലാക്ക് തീമിൽ തന്നെയാണ് വണ്ടിയിൽ ത്രൂ ഔട്ട് വന്നത്. ഫുള്ള് ബ്ലാക്കിനോട് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു തീം തന്നെയാണ് ഈ ഒരു GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്കാണ് എൻ്റെ ഒരു ബേസ്. ഈവൻ ഈ ഒരു മാറ്റ് പോലും ബ്ലാക്ക് ഫിനിഷ് തന്നെ എടുക്കുന്നത്. കാരണം ആ ഒരു തീം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ ഇൻറ്റീരിയർ ബ്ലാക്കിൽ കൊണ്ട് വന്നത്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ആ ഒരു ടെക്സ്റ്റൈഡ് വൈറ്റ് പോർഷൻ കാണുന്നത്. അപ്പോൾ സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വണ്ടിയുടെ ഒരു ബ്യൂട്ടിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ത്രൂ ഔട്ട് സംസാരിച്ചുകൊണ്ട്. സ്ക്രീൻ കണ്ടല്ലോ, ബിഗർ സ്ക്രീനാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം, ഹെവി ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, അത്യാവശ്യം നല്ല പെർഫോമൻസ് മ്യൂസിക് സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു ബേസിക് കാര്യം. മിറർ വരുമ്പോഴത്തേക്ക് ആൻറ്റി ഗ്ലെയർ ഫംഗ്ഷനുള്ള മിററാണ് അകത്ത് വരുന്നത്. അത് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനും മിററിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക്കലി ഡിം ചെയ്യുന്ന ഒരു മിററാണ്.
ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് പുറത്തെ എക്സ്റ്റീരിയർ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ഇതിപ്പോൾ വൈറ്റ് കളറാണ്, ഏകദേശം 7 കളറോളം വണ്ടി നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ബ്ലാക്ക് ഒന്ന് വൈറ്റ് ആപ്പ് എനിക്കൊന്ന് കുറച്ചുകൂടെ ബ്ലാക്ക് എലമെൻ്റ് എവിടേക്ക് ഉണ്ടെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. വണ്ടി ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ട് കാര്യം പറയാം വെറുതെ. ഇപ്പോൾ ബ്ലാക്ക് എലമെൻറ്റ് ഒരുപാട് സ്ഥലത്തുണ്ട്. അതാദ്യം നമുക്ക് ഗ്രില്ലിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രില്ല് ത്രൂ ഔട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. വോക്സ്വാഗൻ്റെ ലോഗോ അറിയാമല്ലോ, ബേസിക്കലി ബ്ലാക്ക് എലമെൻറ്റിൽ തന്നെയാണ് അത് വന്നുകൊണ്ടിരുന്നത്. അതും കുറച്ചുകൂടെ ബ്യൂട്ടിയായി. ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ എല്ലാം കൂടെ വന്നിട്ട് ആ ഒരു സെൻറ്ററിൽ ആ ഒരു ക്രോം ഫിനിഷ് വന്നപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തെന്ന് പറയാം. ഇനി നമ്മുടെ GTയുടെ ബാഡ്ജിങ് റെഡിലാണ്, ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. അതുപോലെ സൈഡിലാണ് ഈ ഒരു ഫെൻഡർ പോർഷനിലാണ്. ഈ ഒരു ഫെൻഡർ പോർഷനിൽ നമുക്ക് ആ ഒരു റെഡ് ഇൻസെർട്ടുള്ള GT ബാഡ്ജിങ് ആണ്. പിന്നെ അടുത്ത മാറ്റം നമ്മുടെ ഹെഡ് ലാമ്പിലാണ് കേട്ടോ. ഹെഡ് ലാമ്പ് മാറി ഫുള്ള് ഒരു ബ്ലാക്ക് തീമിലേക്ക് ഹെഡ് ലാമ്പ് വന്നു. അകത്തെ പോർഷനിലാണ് കണ്ടല്ലോ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ആഫ്റ്റർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അതിൽ നമുക്ക് ത്രൂഡ് ഈ ഒരു മാനുഫാക്ചർ സൈഡിൽ നിന്ന് തന്നെ ചെയ്തു തന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്കായി കുറച്ച് പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകിച്ച് വൈറ്റ് കളറിലൊക്കെ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ ഫോഗ് ലാമ്പ് ഉണ്ടല്ലോ, ഇതിനകത്ത് എലമെൻസിനകത്തൊന്നും മാറ്റമില്ല. ഈ ഒരു ബ്ലാക്ക് കളർ വന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാനുള്ളത്. പിന്നെ അലോയ് വീല് നമുക്ക് ബ്ലാക്കിലേക്ക് മാറ്റി. അതുപോലെ ഫ്രണ്ട് കാലിപ്പർ റെഡാണ്. ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നത്, ബാക്കിൽ ഡ്രമ്മാണ്. അപ്പോൾ ഫ്രണ്ട് കാലിപ്പർ അതുകൊണ്ട് തന്നെ റെഡാക്കി 17 ഇഞ്ചാണ് ഈ ഒരു വീൽ സൈസ് വരുന്നത്. ഈ ഫെൻഡർ പോർഷനിൽ നമുക്കൊരു പിയാനോ എലമെൻറ്റിനകത്ത് GT ബാഡ്ജ് ചെയ്യാം, നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ മിറർ ബ്ലാക്ക് കളറാണ് ഇപ്പം വരുന്നത്. ഈ ഒരു വെർഷനിൽ നമുക്ക് കിട്ടുന്നത് രസമുള്ള ഒരു മിറർ തന്നെയാണ്. അതുപോലെ റൂഫിലേക്ക് വരുമ്പോൾ ഒരു കാർബൺ സ്റ്റീൽ ഗ്രേ കളറിലുള്ള ഒരു റൂഫാണ് നമുക്ക് വരുന്നത്. നമ്മൾ സൺ റൂഫാണ്. പിന്നെ അതുപോലെ ഈ ഒരു റൂഫ് റെയിൽ ബ്ലാക്ക് ആക്കിയിടുന്നത് ആക്റ്റീവ് റൂഫിലാണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊന്ന് തൂക്കിക്കിടന്നാൽ അത്യാവശ്യം ഒരു 150 kg ഒക്കെ ഹാങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു റൂഫ് റെയിലിനുണ്ട്. അതുപോലെ പില്ലേഴ്സ് ആണല്ലോ, ഈ പില്ലേഴ്സ് അതുപോലെ തന്നെ ഈ പില്ലേഴ്സ് ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഈ ഒരു ഭാഗം മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്ത് മൊത്തം ഈ ഒരു വിൻഡോ പോർഷനും വളരെ മനോഹരമാക്കിയെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ഇവിടെ ഒരു ക്രോം ആയിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്, അത് ഡീക്രോം ചെയ്തു. ഇതെല്ലാം ബ്ലാക്ക് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ബാക്കിൽ അലോ വീലിനകത്ത് നമുക്ക് ആ റെഡ് ഇൻസെർട്ട് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഫ്രണ്ടുമായിട്ട് സെയിം തന്നെ. ഇനി നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടല്ലോ അവിടെയും ബ്ലാക്ക്, ആ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് വണ്ടിയായത് എനിക്ക് തോന്നുന്നു നന്നായത്. ഞാൻ ആദ്യം റെഡ് വണ്ടിയാണെങ്കിൽ കുറച്ച് നന്നായതെന്ന് പക്ഷേ വൈറ്റ് കണ്ടപ്പോൾ ഒന്നുകൂടെ ഒരു നന്നായി എന്ന് തന്നെ തോന്നണം. അത്യാവശ്യം ആ ഒരു ടെയിൽ ലാമ്പൊക്കെ വളരെ നല്ലപോലെ വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ ബ്ലാക്കിൻ്റെ ബ്യൂട്ടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ ടൈ കൊണ്ട് ബാഡ്ജിങ് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. GT ബാഡ്ജിങ് അതുകൊണ്ട് ആ സൈഡിൽ GT ബാഡ്ജിങ് കാണാം. പിന്നെ ബ്ലാക്ക് ബമ്പർ പോർഷനും നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്കും അതുപോലെ ഗ്ലോസി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള എലമെൻ്റാണ് നമുക്ക് ബാക്കിൽ കാണുന്നത്. അപ്പം ബ്യൂട്ടിഫിക്കേഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി ബൂട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കേട്ടോ. ബൂട്ട് എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബൂട്ട് സ്പേസ്, അങ്ങനെ സ്പെയർ വീല് കണ്ട, സ്പെയർ വീലിനൂടെ കൂടിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇത് സബ്ബാണ് കേട്ടോ, സബ് ഊഫറാണ്. അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സബ് നമ്മളിവിടെ കാണാം. പിന്നെ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്പേസ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബൂട്ട് സ്പേസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ബാക്ക് സീറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂ. കണ്ടേ, നമുക്ക് പിടിക്കാനായിട്ടൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. കണ്ട, ബാക്ക് റോയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സീറ്റ് ഇപ്പോൾ എൻ്റെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇട്ടേക്കാണ്. അപ്പോൾ ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്. ഈ സീറ്റ് കുറച്ച് ബാക്കിലോട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്പേസ് കുറഞ്ഞിറക്കുകയാണ്. പക്ഷേ ഇത് ആക്ച്വലി ബെറ്റർ ഉള്ളതായിട്ടുള്ള പൊസിഷനാണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് ആവശ്യത്തിന് അധികം തൈ സപ്പോർട്ടുണ്ട്, ആവശ്യത്തിന് തൈ സപ്പോർട്ടുണ്ട്. 2 സീപോർട്ട് ചാർജ്, നമുക്ക് AC-യുടെ ഒരു വെൻറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബാക്കിലെ കാര്യങ്ങൾ. പിന്നെ സീറ്റ് ആണ് ഇവിടുത്തെ. ഈവൻ നമ്മുടെ ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു. ലൈറ്റ് പോലും ആ ഒരു ബ്ലാക്ക് തീം തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്വിച്ച് ആയാലും എല്ലാം ബ്ലാക്ക് തീമാണ് ഫുള്ള്. ഇനി സീറ്റിൻ്റെ ഫാബ്രിക് അല്ല, ആക്ച്വലി നമുക്കൊരു ലെതറൈറ്റ് ഫിനിഷാണ് സീറ്റ് വരുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ലെതർ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. ലെതറൈറ്റ് സീറ്റ് ഉണ്ടല്ലോ, ഒരു ലെതറൈറ്റ് സീറ്റ്. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ഫിനിഷാണ്. ഇവിടെ നമുക്ക് നോർമൽ ഫിനിഷും. ഈ ഒരു ഫിനിഷാണ്. അത്യാവശ്യം എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പ് സീറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ 5 സ്റ്റാർ
റേറ്റിംഗ് ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ വോക്സ്വാഗൺ ടൈഗൂണും വെർട്ടസിനൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെ, അതിനകത്ത് അപ്ഡേഷൻ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ആ സേഫ്റ്റി അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലൈറ്റ് കൺട്രോൾ വരുന്നത്. ജർമ്മൻ വാഹനങ്ങളെല്ലാം ഈ ഒരു ടെക്സ്റ്റാണ്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വൈപ്പർ, ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾസ് ഇങ്ങനെയാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വെർഷൻ ആയതുകൊണ്ടാണ് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മളെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ബ്ലാക്ക് എലമെൻറ്റ് ത്രൂഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ചൊന്നും അറിയണ്ടേ, എഞ്ചിനൊന്ന് കാണാൻ നമുക്ക് വാ. ഓക്കെ, അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എങ്കിലും ഈ റെഡ് ഇൻസിഡൻറ്റ് കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അത് മറന്നു കേട്ടോ. അതാണ്ട് റെഡ് സ്റ്റിച്ചിങ് ഉണ്ട്. പിന്നെ അതുപോലെ സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിലുണ്ട് കേട്ടോ. പ്രൈസ് ഒരു 20 lakhs താഴെയാണ് നമുക്ക് എക്സ്ഷോറും പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരുന്നത്. എഞ്ചിൻ കാണാം, ബാ കൊള്ളാം കേട്ടോ. ഭയങ്കര അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ക്യാബിൻ വരുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. ഒരു 148.5 bhp ആണ് ഇതിൻ്റെ പവർ. ഒരു 250 Nm ടോർക്ക് വരുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സും 7 സ്പീഡ് DSG ആണ് ഇതിനകത്ത് മാനുവൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം സംഭവം സെറ്റാണ് കേട്ടോ. ഇതൊക്കെ ക്യാബിനൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യം. നമുക്ക് വണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി നമ്മൾ കുറച്ച് ഓടിച്ചു, എന്നാലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ച് നോക്കാം. വാ. അപ്പോൾ ഇതാണ് കീ കേട്ടോ. കീയും ബ്ലാക്ക് ആണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ലോക്ക്, അൺലോക്ക്, പിന്നെ അതുപോലെ നമ്മുടെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ 3 ഉണ്ട് കീയില്ലാത്ത. 2 കീ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വണ്ടി ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. സേഫ്റ്റിയുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. 5 സ്റ്റാർ സേഫ്റ്റി നമുക്ക് കിട്ടിയ വണ്ടിയാണ്. അത് ചൈൽഡിൽ, അഡൽറ്റിൽ രണ്ടിലും 5 സ്റ്റാർ തന്നെ ഉണ്ട് വണ്ടിയിൽ. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതുകൂടാതെ 40-ലധികം സേഫ്റ്റി സ്റ്റാൻഡുകളാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ ഇങ്ങനെ കൊണ്ട് പിന്നെ ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ നീണ്ട നിരയാണ് വണ്ടിയിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഒരു എമർജൻസി കണ്ടീഷനിൽ നമ്മളൊന്ന് വണ്ടി ഒന്ന് റഷായി ഓടിച്ചാൽ പോലും അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. അത്രത്തോളം സ്റ്റേബിളാണ്. നമ്മൾ ഇവിടെ പല സ്ഥലങ്ങളിലും ഇച്ചിരി അത് ഓടിച്ച് നോക്കിയിട്ട് പോലും വണ്ടി നല്ല വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരു കയ്യിൽ നിന്ന് പോകുന്ന ഫീൽ എങ്ങും ഒരു തരത്തിലും വരില്ല. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള ഒരു ലാഗും കാര്യങ്ങളും വരില്ല. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു ന്യൂട്രൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് 2 സിലിണ്ടർ കട്ട് ഓഫ് ആകുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഫ്യൂൽ കൺസംഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ കാര്യങ്ങൾ വണ്ടിയിൽ ഒരു ടെക്നോളജി പരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഇത് ഇപ്പോൾ വന്ന അപ്ഡേഷൻ അല്ല കേട്ടോ, നേരത്തെ ഉള്ള അപ്ഡേഷനാണ്. ടൈഗോണിനകത്തൊക്കെ ആദ്യമേ ടൈഗോൺ വെട്ടസിലൊക്കെ ഈ ഒരു ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം കുറേയധികം ടെക്നിക്കലി ഇമ്പ്രൂവ്ഡ് ആണ് വെഹിക്കിൾ ആൾറെഡി. പിന്നെ നല്ല മാർക്കറ്റ് ഷെയർ ഇന്ന് കൊണ്ടുപോകുന്ന ഒരു വണ്ടി കൂടിയാണ് ടൈഗോൺ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അപ്ഡേഷൻസ് സ്ഥിരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം മാനുഫാക്ചേഴ്സ് നോക്കിയാൽ മതി, ഒരുപാട് അപ്ഡേഷൻസ് അവരുടെ എല്ലാ വണ്ടികളും നിരന്തരം കൊണ്ടുവരുന്നുണ്ട്. ബ്ലാക്ക് എഡിഷൻ കൊണ്ടുവരുന്നു, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വോക്സ്വാഗൺ ഇത്രത്തോളം ഈ ഒരു പുതിയ ഒരു വേരിയൻറ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചത്. അത്യാവശ്യം നല്ല സക്സസ് ആണ്. കുറച്ച് 3 മന്ത്സിന് മുകളിലായി വാഹനം ഇറങ്ങിയിട്ട് നല്ല മാർക്കറ്റ് റെസ്പോൺസ് ഉണ്ട്. പ്രത്യേകിച്ച് ഓണം കണ്ടീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വണ്ടി സെല്ല് ചെയ്യപ്പെടാൻ സാധ്യത കൂടിയുള്ള സമയമാണ്. ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കാം. അപ്പം സേഫ്റ്റി എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വണ്ടിയുടെ ലെങ്ത്, ഡയമെൻഷൻ, വണ്ടിയുടെ ബ്യൂട്ടി, ഇതും നോക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഡ്രൈവബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. ഒന്ന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് നമുക്ക് ഗിയർ നോബിനകത്ത് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. മാക്സിമം ആക്സിലേറ്റർ, ഒരു ബ്രേക്ക്, പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ്, ഇത്രയും 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് വണ്ടി ഓടിക്കാം. ദൂരയാത്രയൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി വയനാട് പോയ സമയത്ത് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ തനി മലയാളി എന്നുള്ള രീതിയിൽ മൈലേജൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൂടുതൽ മാനുവൽ ഗിയർ ബോക്സ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ ഇന്നത്തെ കണ്ടീഷനിൽ. പണ്ടുണ്ടായിരുന്നു, ഇന്ന് ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഓട്ടോമാറ്റിക് കിട്ടുന്ന മൈലേജും അതുപോലെ മാനുവൽ കിട്ടുന്ന മൈലേജും നമ്മൾ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. ചില
വണ്ടികളിൽ മാത്രമാണ് കുറച്ചൊക്കെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്തും അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ കാല് കൊടുത്ത് ഭയങ്കര പെർഫോമൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഓട്ടോമാറ്റിക് ആയാലും മാനുവലായാലും വണ്ടി എടുക്കാനായിട്ട്. പറയുന്ന മൈലേജ് ഒന്നും ആ രീതിയിൽ അന്നേരം കിട്ടണമെന്നില്ല. ഏകദേശം 19 ആണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കമ്പനി പറയുന്നത്. ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി പക്കയായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു അറിയാമല്ലോ ഒരു എക്കണോമിക്കൽ സ്പീഡിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് എത്ര വലിയ ഡ്രൈവറാണെന്ന് പറഞ്ഞാലും ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ല. അപ്പോൾ ഇതാണ് ഡ്രൈവബിലിറ്റി ഇടാം. പിന്നെ അതുപോലെ കോർണറിങ് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വളവുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പോകാൻ പറ്റുന്നില്ല, വണ്ടി ബ്ലോക്കായി കിടക്കുകയാണ്. മൊത്തം സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്, ഫുള്ള് ബ്ലോക്കായിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ആ ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ട്രെയിൻസൊക്കെ എടുത്ത് നോക്കി. ആ സമയത്തൊക്കെ നല്ല രസമുണ്ട്. വണ്ടി ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അതിനകത്തൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു ചെറിയ വണ്ടിയാണ് അത്യാവശ്യം, പക്ഷേ നീളവും ഉണ്ട് വണ്ടിക്ക്. ഇപ്പോൾ എല്ലാവരും വണ്ടിയുടെ സേഫ്റ്റി, അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ ബ്യൂട്ടി എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വലിപ്പം, അവരുടെ അടുത്ത് ചെന്ന് ഇറങ്ങുമ്പം ആ വണ്ടി കിട്ടുന്ന ഒരു ഗുമ്പ്, ഇതൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ടൈഗൂൺ ഒരുപടി മുന്നിൽ തന്നെയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നല്ല ബ്യൂട്ടി ഉണ്ട്, ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്കുണ്ട്. കളർ ഓപ്ഷൻസ് തന്നെ ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാ മാനുഫാക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ബ്ലാക്ക് കളേഴ്സിനൊന്നും അഡീഷണൽ ഒരു പേയ്മെൻ്റ് ഒന്നും ഇല്ലാതാണ് ബ്ലാക്ക് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം വളരെ നല്ല കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മികച്ച വാഹനം തന്നെയാണ് ടൈഗൂൺ എന്ന് നമുക്കൊന്ന് സംശയം പറയാം.